Hello guys, what's up? Welcome to another video by Baizi. അപ്പോൾ ഈ വീഡിയോ ഇറ്റ്സ് നോട്ട് അബൌട്ട് സോങ് റിയാക്ഷനോ പരിപാടികളൊന്നുമില്ല. എനിക്ക് പറയണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ വീഡിയോ കാണുന്ന കുറേ യങ് ആയിട്ടുള്ള ആളുകളുണ്ട്, കുറേ പയ്യന്മാരുണ്ട്, കുറേ ചെക്കന്മാരുണ്ട്, കുറേ സ്കൂളിൽ പഠിക്കുന്നവരുണ്ട്, കുറേ കോളേജ് പഠിക്കുന്നവരുണ്ട്, കുറേ 10ാം ക്ലാസ് പഠിക്കുന്നവരുണ്ട്. അങ്ങനെ കുറേ ആളുകളുണ്ട്. സോ അവർക്കൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ്. സോ ലൈക്ക് നമ്മൾ 2 months ആയിട്ടുള്ളൂ ഈ ഒരു കൊല്ലം തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ നമ്മുടെ ന്യൂസിൽ കേൾക്കുന്നത് ഇറ്റ്സ് സോ സാഡ്. പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നത്, അതായത് ഒരുത്തനെ പോയി കൊല്ലുക, ഒരുത്തനെ പോയി തല്ലുക, മറ്റേ റാഗിങ് സഹിക്കാൻ വയ്യാണ്ട്. ദിസ് ഈസ് ലൈക്ക് ഒരു ജീവൻ എന്ന് പറയുന്നത്, ഒരു മനുഷ്യജീവൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു ജീവൻ എന്ന് പറയുന്നത്, ഐ വുഡ് സേ നോട്ട് മനുഷ്യജീവന് മാത്രമല്ല, ഒരു ജീവൻ എന്ന് പറയുന്നത് അത് ഭയങ്കര വാല്യൂ ഉള്ളൊരു സംഭവമാണ്. അത് നിങ്ങളുടെ ഒരു കുറച്ച് നേരത്തെ സന്തോഷത്തിനും കുറച്ച് നേരത്തെ ആളാവാനെന്നുള്ള ഒരു ബോധത്തിന് വേണ്ടിയിട്ട് ഇല്ലാതാക്കാൻ നിൽക്കാണ്ട് മാത്രം വിലയില്ലാത്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന ആളുകളുണ്ടാവും. അവർക്കൊക്കെ വേണ്ടത്, ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് സെൻറ്റർ ഓഫ് അറ്റൻഷനാണ്. എല്ലാവർക്കും വേണ്ടത് സെൻറ്റർ ഓഫ് അറ്റൻഷൻ. ഞാനാണെങ്കിലും ഇപ്പോൾ കോളേജിൽ പഠിച്ച സമയത്തും എനിക്കും പലതും കാട്ടിക്കൂട്ടണം, പലതും ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കോളേജിൽ നിന്ന് നമ്മളങ്ങോട്ട് പുറത്തിറങ്ങുമ്പോഴേ ഇത് ഞാനെന്ത് തേങ്ങ കാണിച്ചിരുന്നു. ആ സമയമൊക്കെ ഐ ക്യാൻ മേക്ക് ഇറ്റ് മച്ച് മോർ ബെറ്റർ ഇഫ് ലൈക്ക് ഇത് ഈ കുറേ തല്ലും ഇതിൻ്റെ പരിപാടിൻ്റെ ബാക്ക് പോവാണ്ട് എല്ലാവരും ഒപ്പം വൈബ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു നല്ല നല്ല മെമ്മറീസ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ചിന്തയിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ കോളേജിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കേട്ട ന്യൂസ് 10ാം ക്ലാസ്സാണ്. മെയിനായിട്ടുള്ള ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ എല്ലാ കോളേജിലുള്ള ഈ ഗ്യാങ് തിരിയലുണ്ടല്ലോ. നമ്മുടെ ബാച്ച് ഒരു ഗ്യാങ്ങാണ്. നമ്മുടെ ഗ്യാങ്ങിൽ ആരെങ്കിലും ഒരാളെ തൊട്ടാൽ നമ്മളെ ബാച്ച് മൊത്തം അവനെ പോയിട്ട് തല്ലാൻ പോകണം, തിരിച്ചു തള്ളണം. ഇല്ലെങ്കിൽ നമ്മുടെ ഗ്യാങ്ങിന് അതൊരു പ്രശ്നമാണ്, ഗ്യാങ്ങിൻ്റെ പേര് പോവും. ഈ ഗ്യാങ് പേര് എന്ന് പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, എനിക്കുണ്ടായിരുന്നു കുറേ ആളുകൾ, അതായത് എന്നെ തല്ലിയാൽ തിരിച്ച് തല്ലാനും, അതേപോലെ അവനെ തല്ലിയാൽ ഞങ്ങൾ തിരിച്ചു പോയി തല്ലാനും, അവൻ്റെ വീട്ടിൽ ചോദിക്കാൻ ചെന്നാൽ പോയി ചോദിക്കാനും, അതായത് ക്ലാസ് നിന്ന് ഇറക്കി ചോദിക്കാനും ഒക്കത്തിനും കുറേ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ അവരുടേതായിട്ടുള്ള ജീവിതത്തിൽ ബിസി ആയിപ്പോയി. ഞാനും ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനും ബിസി ആയിപ്പോയി. അവരെ ഇടയ്ക്കൊന്ന് വിളിച്ചാൽ കിട്ടിയാൽ കിട്ടി, ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആവും, അവരൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ ഡിസ്റ്റൻസിൽ വരും. നിങ്ങളെ കൂടെ എന്നും ഉണ്ടാവും. നമ്മളെ ചങ്കാണ്, നമ്മളെ മറ്റേതാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. യെസ്, ദർ ആർ ഫ്രണ്ട്സ്, അവർ നമ്മളെ കൂടെ ഉണ്ടാവും. പക്ഷേ ഈ കോളേജിൽ സ്കൂളിലൊക്കെ നമ്മുടെ കൂടെ ആവും, ഒപ്പാവും എന്ന് വിചാരിച്ചിരിക്കുന്ന ഫ്രണ്ട്സ് ആ ഒരു സമയം കഴിഞ്ഞാൽ അവരാണ്ട് പോകും. പിന്നെ നമ്മളെ ജീവിതമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഈ തല്ലിനും ഇതിനൊക്കെ നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, അവൻ്റെ മുമ്പിൽ ആളാവാൻ, ഇവൻ്റെ മുമ്പിൽ ആളാവാൻ, ആളുകളുടെ മുമ്പിൽ ആളാവാൻ, ഇല്ലെങ്കിൽ കുറച്ചിൽ ഈ ഒരു സംഭവമൊക്കെ. പക്ഷേ ഈ അടി എന്നൊക്കെ പറയുമ്പോൾ കൈവിട്ടുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ മതി, അവിടെ തീരും, കരിയർ തീരും. പിന്നെ ഒരു ജോബിന് പോകാൻ പറ്റില്ല, പോലീസ് കേസാവും, ഒരു പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ, പാസ്പോർട്ട്, അങ്ങനെ എല്ലാതും ലോക്കായി പോകും. ഇങ്ങനത്തെ വള്ളികൾ എടുക്കാണ്ട് നിൽക്കുക. അതായത് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും തല്ലാൻ മുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓനോട് വേറെ വല്ല ഈ തലയാണുണ്ടല്ലോ അതിനെ പിടിച്ച് അടിക്കാൻ പറയും. അല്ലാണ്ട് ഈ ആളുകളെ, മറ്റൊരു മനുഷ്യനെ പോയി തല്ലുക എന്നൊക്കെ പറയുന്നത് അത് വൻ സീനാണ് മക്കളെ. ഞാൻ വലിയ തന്ത വൈബായിട്ട് പറയല്ല, ഞാൻ പറയുന്നത് മേ ബി നിങ്ങൾക്ക് തന്ത വൈബായി തോന്നുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു കിട്ടൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ ആ പയ്യൻ്റെ ഒരു വോയിസ് ഉണ്ടല്ലോ, നമ്മളെ കൂട്ടത്തിൽ നമ്മളെ കോളേജ് ഗ്രൂപ്പിലും ഇങ്ങനെ സംഭവം വരുന്നുണ്ട്, ഞാൻ ഓനെ എന്തായാലും അടിക്കും, ഓന് നാളെ ക്ലാസ് കയറില്ല, ക്ലാസ് കയറുന്നതിന് മുന്നേ ഞാൻ ഓനെ കുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തൊക്കെ വാർത്തകൾ, ഇങ്ങനത്തൊക്കെ ഈ വോയിസുകൾ വരുന്നത് നമ്മൾ ഒരാളെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. ഞാൻ പയ്യന്മാരെ സൈഡിൽ നിന്നല്ല പറയുന്നത്. കൊള്ളാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ശക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ടു നമ്മുടെ ബോഡിയാണ്. മറ്റേ ഒബ്ലാങ്കട്ടൊക്കെ അടി കിട്ടിയാൽ അവിടെ കോമയിൽ കിടക്കുന്നൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. തലമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിയാലും നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താണ് ഇതിൻ്റെ ഭവിഷ്യത്ത് വരുന്നതെന്നൊന്നും. ഇതേപോലെ ഇനിയും അടി പൊട്ടാനുള്ള കുറേ സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അടി പൊട്ടാനുള്ളവരൊക്കെ ഒന്ന് നിർത്തുക. ഈ തല്ലും പിടിയും നായാട്ടൊക്കെ വെറുതെയാണ്.
ആ സമയം നല്ല ആളുകളോടൊപ്പം നിന്നിട്ട് വല്ലതും വൈബാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വൈബാക്കുക. നല്ല പാട്ട് കേൾക്കുക, നല്ല സിനിമക്ക് പോവുക, നല്ല ഫുഡ് കഴിക്കുക. ഇങ്ങനെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് വൈബാക്കി സന്തോഷത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളാവും ഏറ്റവും വലിയ ഭാഗ്യവന്മാർ. അല്ലാണ്ട് ശത്രുക്കളില്ലാണ്ടിരിക്കുക. ആർക്കും ശത്രുക്കളൊന്നുമില്ല. ഈ ലോകത്ത് ശത്രുക്കളുള്ള ആരാളുള്ളത്? എൻ്റെ ശത്രു ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. അതുപോലെ ആരാർക്കാണ് ശത്രു? അന്ന് ആ പ്രശ്നം ഉണ്ടായത് എന്താ? പാട്ട് ഓഫായിരുന്നു. നമ്മുടെ കോളേജിൽ ഉണ്ടാകലുണ്ടായിരുന്നു. ജൂനിയേഴ്സ് കയറുമ്പോൾ നമ്മൾ പാട്ട് ഓഫാക്കും, എന്നിട്ട് നമ്മൾ വലിയ റോളാവും. എന്ത് മറ്റോടത്തെ കളിയായിരുന്നു നോക്കിയെന്ന് അറിയോ? നമ്മൾ ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവില്ലേ. അതായത് 10ാം ക്ലാസ്സിലെ പിള്ളേരെ ഞാൻ നോക്കുമ്പോൾ, ഞാൻ ഡിഗ്രിയിൽ ഇരുന്നിട്ട് 10ാം ക്ലാസ്സിലെ പിള്ളേരെ ഏത് 10ാം ക്ലാസ് ഇച്ചിമുള്ളി ടീം എന്നൊക്കെ പറയൂലേ, ഞാൻ 10ാം ക്ലാസ് ആയപ്പോഴും അത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. ഞാനായിരുന്നു വലുത്. 10 ഞാനാണ് വലുത്. +2 +1 ആയപ്പോൾ ആയിക്കോട്ടെ, നമ്മളാണ് +1 +2, നമ്മൾ വേറെ മൂഡാണ്. ഡിഗ്രി ആയപ്പോൾ നമ്മൾ വേറെ പിന്നെ തൊടാനില്ല. ഡിഗ്രി 3rd ഇയർ ആയപ്പോൾ കയ്യിൽ നിന്ന് പോയി. ആ കോളേജ് നമ്മളെ തന്നെ, അതായത് നമ്മളെ ഗ്യാങ്ങിൻ്റെ മേലേക്ക് കോളേജ് വേറെ കയറിയാൽ സീനാണ്, അടി പൊട്ടും. ആ ഒരു മൂഡ്. കോളേജിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഞാൻ പറയുന്നത്, അത് അവരൊക്കെ ഭയങ്കര സ്പ്ലിറ്റായിട്ടാണ്ട് പോയി. ഇത് നമ്മൾ ചെയ്യുന്നത് ഈ ഡിഗ്രിക്കാരുടെ ഈ ഗ്രൂപ്പ് സംഭവം ഇൻസ്പയർഡ് ആയിട്ടാണ് +1 +2 ഗ്രൂപ്പ് കൊടുക്കുന്നത്. അതിപ്പോൾ 10 വരെ എത്തി ഈ ഗ്രൂപ്പിൻ്റെ സംഭവം. ആൻഡ് വേറെ ഗ്രൂപ്പ് കയറുമ്പോൾ നമ്മൾ പാർട്ട് ഓഫ് ആക്കും, വേറെ ഗ്രൂപ്പ് കയറുമ്പോൾ അവനെ കൂക്കാൻ തോന്നും, വേറെ ഗ്രൂപ്പ് കയറുമ്പോൾ ഇതൊക്കെ ഒരു കൊലപാതകം വരെ എത്തും എന്നൊക്കെ പറഞ്ഞാൽ അത് പൈതങ്ങളാണ്. 10ാം ക്ലാസ്സിലുള്ള പിള്ളേരാണ് പറയുന്നത്. അവർ അടിപൊട്ടി, ആളുകളുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി അടിപൊട്ടി, അത് ഇത്രത്തോളം അവസ്ഥയിലെത്തി. എൻ്റെ വീഡിയോ കാണുന്ന പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതാണ്, അടിയിലേക്കും ഇതിനൊക്കെ ഒന്നും പോകാണ്ടിരിക്കുക. ഈ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്, അതിലെല്ലാത്തിലും പോയി തലയിടാൻ നിൽക്കുക. നിങ്ങളെ ലൈഫ് നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷത്തിൽ എങ്ങനെയാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്, ബാക്കിയുള്ള ഒരു ജീവന് പ്രശ്നമില്ലാത്ത രീതിയിൽ നിങ്ങൾ ചെയ്തോ, എന്തും ചെയ്തോ. പ്രശ്നം എന്ന് പറയുന്നത് അടിക്കുക മാത്രമല്ല, അവനെ കളിയാക്കുക. ബാക്കിയുള്ളൊരു ജീവനെ വിഷമം വരാത്ത രീതിയിലുള്ള എന്ത് പ്രവൃത്തി നിങ്ങൾ ചെയ്തോ, അത് നിങ്ങളല്ലേ ബാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളവരെ ബാധിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ലായിരുന്നു. അതായത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ പറയുന്നത്, സെൻറ്റർ ഓഫ് അറ്റൻഷൻ ഒന്നും ആയിട്ട് കാര്യമില്ല മക്കളെ. പൈസ ഉണ്ടാക്കിക്കോളി. എല്ലാവരും പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക. നല്ല പൈസ ഉണ്ടാക്കിയിട്ട് നമ്മളെ ഒപ്പമുള്ളവരെ, നമ്മളെ ഇഷ്ടമുള്ളവരെ നോക്കുക, നമ്മളെ ഇഷ്ടമുള്ളവരെ സഹായിക്കുക. അത്ര തന്നെ, വേറെ ഒന്നുമില്ല ചെയ്യാൻ. ലൈഫ് ചെറുതേ ഉള്ളൂ. ചിരിക്കുക, സന്തോഷിക്കുക, പാട്ട് കേൾക്കുക, ഫുഡ് കഴിക്കുക, പടം കാണാൻ പോവുക. പീസ്.